ലോകമൊന്നാകെ ഉറ്റുനോക്കിയിരുന്ന വധശിക്ഷാ വിധിയിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും മലയാളി നഴ്സ് നിമിഷപ്രിയ മോചിതയായിരിക്കുന്നു. സാധാരണഗതിയിൽ നാളെ സെൻആയിലെ തെരുവോരത്ത് നടക്കേണ്ടിയിരുന്ന വധശിക്ഷ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ താൽക്കാലികമായി മരവിപ്പിച്ചു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ ഫലപ്രദമായാൽ നിമിഷക്ക് വധശിക്ഷയിൽ നിന്ന് എന്നേക്കുമായി മോചിതയാകാം. ചെയ്തത് അരുംകൊല ആയതുകൊണ്ട് തന്നെ നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള എല്ലാ വഴികളും ഒരുവിധം അടഞ്ഞ അവസ്ഥയിലായിരുന്നു. എന്നാൽ കാര്യക്ഷമമായ നേതാക്കളുടെ ഇടപെടലിലൂടെ ഒരു പ്രതീക്ഷ തെളിഞ്ഞു വരുന്നുണ്ട്. ജൂലൈ 16-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്നായിരുന്നു പുറത്തു വന്നിരുന്ന വാർത്ത. എന്നാൽ ചർച്ചകൾക്കൊടുവിൽ വധശിക്ഷ മാറ്റിവെച്ചു. ഇനി മുന്നിലുള്ള ഏക വഴി മരണപ്പെട്ട തലാലിന്റെ കുടുംബം മാപ്പ് നൽകുക എന്നത് മാത്രമാണ്. എന്നാൽ അവരുടെ കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെടുക എന്നത് പ്രയാസമായിരുന്നു. ഇന്ത്യൻ പൗരന്മാർക്ക് യമനിലേക്ക് ചർച്ചക്കായി നേരിട്ട് പോകുന്നതിലെ വെല്ലുവിളികൾ തന്നെയായിരുന്നു കാരണം. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്താൻ ഗ്രാമമുഖ്യന്മാർ വഴി മാത്രമേ സാധ്യമാകുമായിരുന്നുള്ളൂ. ഇതിനെ മറികടക്കാൻ നിരവധി കടമ്പകളുണ്ടായിരുന്നു. എന്നാൽ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ ചർച്ച സംഘടിപ്പിച്ചതോടെ ആ വഴി തുറന്നു. യമൻ ഭരണകൂട പ്രതിനിധി, സുപ്രീം കോടതി ജഡ്ജ്, കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. തലാലിന്റെ സഹോദരനുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതും ആശ്വാസം തരുന്ന കാര്യമാണ്. തലാൽ അബ്ദുറഹ്മാന്റെ മരണം നടന്നത് 2017-ലായിരുന്നു. തലാൽ തന്നെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നെന്നും ലഹരിക്ക് അടിമകളായ അയാൾക്കും അയാളുടെ സുഹൃത്തുക്കൾക്കും വഴങ്ങണമെന്ന് നിർബന്ധിക്കുമായിരുന്നെന്നുമാണ് നിമിഷപ്രിയ പറഞ്ഞിരുന്നത്. തലാലിനെതിരെ നിമിഷപ്രിയ ഒരിക്കൽ പരാതി പറയുകയും അതിനെ തുടർന്ന് അറസ്റ്റിലായ തലാൽ ജയിൽ മോചിതനായ ശേഷവും അവളെ ഉപദ്രവിക്കുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങളാണ് ഒടുവിൽ കൊലയിൽ കലാശിച്ചത്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ നിമിഷക്ക് യമനിലെ കോടതി വധശിക്ഷ വിധിച്ചു. അപ്പീൽ കോടതിയിലും കേസ് നടന്നെങ്കിലും അതിലും വധശിക്ഷ തന്നെയായിരുന്നു വിധി. വധശിക്ഷയുടെ തീയതി കഴിഞ്ഞ ദിവസം യമൻ പ്രോസിക്യൂഷൻ പ്രഖ്യാപിച്ചു. നാളെ ശിക്ഷ നടപ്പാക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. നിമിഷയുടെ മോചനത്തിനായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏറെ പരിശ്രമിച്ചിരുന്നു. വധശിക്ഷ നടപ്പാക്കുമെന്ന അറിയിപ്പ് വന്നതോടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ രാത്രി തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ടു. അതോടെയാണ് കാന്തപുരം യമനിലെ പണ്ഡിതനോട് ഇക്കാര്യത്തിൽ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. നിമിഷയുടെ മോചനത്തിന് ദയാധനം ആവശ്യമെങ്കിൽ നൽകാൻ തയ്യാറാണെന്ന് സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹ്മാന്റെ കുടുംബവും നിയമസഹായ സമിതി ട്രസ്റ്റും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. റഹീമിന്റെ മോചനത്തിനായി ശേഖരിച്ച തുകയിൽ ബാക്കി വന്നത് നിമിഷപ്രിയക്ക് വേണ്ടി കൈമാറും എന്നാണ് അറിയിച്ചത്. ഇന്നത്തെ ചർച്ചയിൽ ശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട്. ഇനി നടക്കേണ്ടത് തുടർ ചർച്ചകളാണ്. അന്തിമവിധി അതിനുശേഷം വരും.